അതെ, ഈ ജഡ്ജസ് അവർ എന്തൊക്കെയായിരിക്കും അവിടെ ചെക്ക് ചെയ്യുന്നത്? ആദ്യമേ ടോയ് ബ്രീഡൊക്കെ ആണെങ്കിൽ ടേബിളിൽ വെച്ചിട്ട് അതിൻ്റെ ടോപ്പ് ലൈൻ, അതിൻ്റെ ആംഗുലേഷൻ, ഫ്രണ്ട് അസംബ്ലി, പിന്നെ ബൈറ്റ്. ഹായ്, നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഡോഗ്സ് ഉണ്ട്. അപ്പോൾ ഡോഗ്സ് ഉള്ള എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, അല്ലെങ്കിൽ നമ്മളിപ്പം ഫേസ്ബുക്കിലും എല്ലായിടത്തും കാണുന്ന ഒരു വേർഡാണ് ഇന്ത്യൻ ചാമ്പ്യൻ്റെ കുട്ടി, ഇമ്പോർട്ടൻ്റെ കുട്ടി എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കണ്ട് എനിക്കും പണ്ടുണ്ടായിരുന്നു ഒരു ഡോഗിനെ നമുക്ക് എങ്ങനെ ഇന്ത്യൻ ചാമ്പ്യൻ ആക്കാം, എങ്ങനെയാണ് ഇന്ത്യൻ ചാമ്പ്യൻ ആകുന്നത്, അതിനെക്കുറിച്ച് ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ സിബിച്ചേട്ടനുണ്ട്. നമുക്ക് സിബിച്ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. നമ്മളിപ്പോൾ സിബിച്ചേട്ടൻ്റെ കൂടാണുള്ളത്. നമ്മുടെ ഒരു ഡോഗിനെ എങ്ങനെ ഇന്ത്യൻ ചാമ്പ്യൻ ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ സിബിച്ചേട്ടൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ എനിക്കും കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സിബിച്ചേട്ടാ, ഇപ്പം ഷോയിലും കാര്യങ്ങളൊക്കെ സിബിച്ചേട്ടൻ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? 2007 മുതലാണ്, 2007 മുതലാണ് ഷോ ചെയ്യാൻ തുടങ്ങിയത്. ഏത് ബ്രീഡാണ് സിബിച്ചേട്ടൻ? പഗ്. പണ്ട് മുതലേ പഗ്ഗാണ്, ഇപ്പോഴും പഗ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ പുതിയ ആൾക്കാരോട് പറയാനുള്ളത് പറഞ്ഞാൽ അന്ന് ഇതിനെപ്പറ്റി കൂടുതൽ സ്റ്റാൻഡേർഡ് അറിയത്തില്ലായിരുന്നു. അതെ, നമ്മൾ പഗ്ഗിന് നല്ല ഹെഡ് വേണം അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതെ. അപ്പം അങ്ങനെ പല ഷോയ്ക്ക് പോയി, അത് ഇൻക്ലൂഡിങ് ഗോവ വരെ പോയിട്ടുണ്ട്. ഇതിനെ കണ്ടുപിടിക്കാനും ഷോ വിൻ ചെയ്യും. നമുക്ക് സ്റ്റാൻഡേർഡ് അറിയത്തില്ല, നമ്മുടെ ഡോഗ് നല്ലതാണെന്നുള്ള ധാരണയിൽ അങ്ങനെ ഗോവയിലൊക്കെ പോയി ഒന്നും കിട്ടാതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ അങ്ങനെ തോൽവി കുറേ ആയപ്പോൾ മനസ്സിലാക്കി എന്താണ് പ്രശ്നം. പിന്നെ നമുക്ക് എല്ലാ ഡോഗ്സും ചാമ്പ്യൻ ആവത്തില്ല. എല്ലാ സർട്ടിഫിക്കറ്റ് ഉള്ള ഡോഗ്സും, മെയിനായിട്ട് KCA സർട്ടിഫിക്കറ്റ് വേണം ഡോഗ് ഷോയ്ക്ക് പോകണമെങ്കിൽ. നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം ഡോഗിന്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് അതിൻ്റെ പേരൻസിന് രണ്ടുപേർക്കും സർട്ടിഫിക്കറ്റ് വേണം. പേരൻസിന് രണ്ടിന് സർട്ടിഫിക്കറ്റ് ഉള്ളിടത്തു നിന്നേ നമുക്ക് പപ്പിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അതെ. പിന്നെ ഉള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ എനിക്കും ഉണ്ടായിരുന്നു, ചാമ്പ്യന്റെ കുട്ടി എടുത്താൽ അത് ചാമ്പ്യൻ ആവുമെന്നുള്ളത്. അത് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇനി എത്ര വേൾഡ് വിന്നറിന്റെ കുഞ്ഞുങ്ങളെ എടുത്താലും നമുക്ക് വിൻ ചെയ്യാൻ, അത് വളർന്നു വരുന്ന സാഹചര്യം, നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന രീതി എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിന്റെ ആറ്റിറ്റ്യൂഡ് നഷ്ടപ്പെടാതെ, ഏത് ബ്രീഡാണെങ്കിലും ആറ്റിറ്റ്യൂഡ് ഒരു മെയിൻ ഘടകമാണ്. അതിപ്പം പഗ്ഗായാലും റോഡ്വൈലർ ആണെങ്കിലും ബീഗിളാണെങ്കിലും അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരിക. പിന്നെ നമ്മുടെ ഭാഗ്യം കൂടെ വേണം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ക്വാളിറ്റിയിലേക്ക് എത്തിച്ചേരുക. അപ്പൊ 2007 തൊട്ടാണ് ഞാനിങ്ങനെ ഗോവയിലൊക്കെ പോയി ഒത്തിരി വിഷമിച്ചൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. പല ഷോകളിലും ഇങ്ങനെ എന്താണ് ഇതിനകത്ത് കിട്ടാത്തതെന്ന് മനസ്സിലാക്കി അങ്ങനെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പഗ്ഗിന്റെ ആ സമയത്ത് പഗ്ഗായിരുന്നു. അപ്പൊ പഗ്ഗിന്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ. എല്ലാ ബ്രീഡിനും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ? തീർച്ചയായിട്ടും എല്ലാ ബ്രീഡും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാമ്പ്യൻ്റെ കുഞ്ഞിനെടുത്താൽ ചാമ്പ്യൻ ആവും എന്നൊരു ധാരണ, അല്ലെങ്കിൽ ഇമ്പോർട്ടിന്റെ കുഞ്ഞെടുത്താൽ അത് ചാമ്പ്യൻ ആവും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് ചിലർ. അത് കുറേയൊക്കെ അതിനകത്തും ഫോൾട്ടുകൾ വരാം. തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ വളർത്തുന്ന പോലെയും ചിലപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ലിറ്ററിനകത്ത് 5 പപ്പി ഉണ്ടെങ്കിൽ 5ഉം ബെസ്റ്റ് ആണോന്നില്ലല്ലോ. അപ്പം അതിനകത്ത് സെലക്ഷനൊക്കെ ഉണ്ട്. അപ്പം അതും പിന്നെ നല്ലതിനെ എടുത്താലും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരിക, പിന്നെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുക. നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നല്ല ഹാൻഡ്ലേഴ്സിനെ കൊടുത്തിട്ട് ഷോർട്ട് ട്രെയിൻ ചെയ്യുക. ഓക്കെ. മൊറോ സ്റ്റാൻഡേർഡിനെ കുറിച്ച് ആദ്യമേ ഷോയ്ക്കൊക്കെ പോയി വിന്നിങ് ഉള്ള ഡോഗ്സിനെ കണ്ട് മനസ്സിലാക്കുക. ബ്രീഡുകളെ കുറിച്ച് അറിയാം. പല ആൾക്കാരും പലതും പറയാം. എല്ലാവരും ഇപ്പോൾ പൊതുവെ ഇടുന്ന ഒരു രീതിയുണ്ട്, ഷോ ക്വാളിറ്റി. പക്ഷേ അതങ്ങ് നോർമൽ വേർഡായിട്ട് മാറി. പക്ഷേ അതങ്ങനല്ല. ഏതൊരു ലിറ്റർ അനൗൺസ്മെന്റ് കണ്ടാലും ഷോ ക്വാളിറ്റി. അതായത് ഷോ പേരൻസ് ചാമ്പ്യൻ ഒക്കെ ഉള്ളതാണെങ്കിൽ ഷോ ക്വാളിറ്റി ഇടുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഇതൊന്നും അല്ലാത്ത ഫാദർ ചാമ്പ്യനും അല്ല, മദറും ചാമ്പ്യൻ അല്ല. അപ്പൊ അതിനെ ഗ്രാൻഡ് പേരൻസ് വല്ലതും ചിലപ്പം ചാമ്പ്യനൊക്കെ ആയിരിക്കും. ആ ഒരു ബേസ് വെച്ചിട്ട് ഷോ ക്വാളിറ്റി എന്നുള്ളൊരു വാക്ക് ഒക്കെ ഇടുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അതിനോട് എനിക്ക് അത്ര ഉൾക്കൊള്ളാൻ വരുന്നില്ല. ഫാദർ ചാമ്പ്യനും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഷോ ക്വാളിറ്റി എന്നും പറഞ്ഞൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം, നല്ല പപ്പീസിനെ പ്രതീക്ഷിക്കാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം മീഡിയാസൊക്കെ ഒത്തിരി ഉണ്ട്, നമുക്ക് ഏതാ വിൻ ചെയ്യുന്ന ഡോഗ്സ് എന്നൊക്കെ മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ വിൻ ചെയ്യുന്ന ഡോഗ്സിനെയും കാരണം നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. അത് ചെറിയ കാര്യമല്ല. കാരണം ഇപ്പോൾ ഒരു 1000 ഡോഗ്, ഇപ്പം ഒരു ബ്രീഡ്, ഇപ്പം പഗ്ഗാണെങ്കിലും ഇനി 1000 ആയാലും 100 ആയാലും 10 ആണെങ്കിലും ഒരു റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് സെലക്ട് ചെയ്യുന്ന ഓരോ ഡോഗുകൾ, BOB കിട്ടുന്ന ഓരോ ഡോഗ്. അല്ലെങ്കിൽ CC കിട്ടുന്നത് ഒരു ഡോഗിനേ ഉള്ളൂ. അപ്പം അത്രയും ഡോഗിന്ന് ബെസ്റ്റ് ക്വാളിറ്റി പിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി. അതെ. അപ്പം അങ്ങനെയുള്ള ഡോഗിൽ നിന്ന് ഷോയ്ക്ക് ഇറക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഷോ രീതി അല്ലെങ്കിൽ ഷോയിൽ വരണം അല്ലെങ്കിൽ ഷോയിൽ വിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ
തീർച്ചയായിട്ടും ആ സ്പെസിമെൻ കണ്ടുപിടിക്കുക, ഏതാ ഡോഗ് കൂടുതൽ വിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിൽ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ പഠിക്കാനൊക്കെ, എന്ത് എളുപ്പമാണ്. ഫേസ്ബുക്കിൽ ഷോ ചെയ്ത് തുടങ്ങിയ സമയത്ത് കൂട്ടല്ലേ അന്ന് ഫേസ്ബുക്കില്ല, വാട്സാപ്പില്ല, പറഞ്ഞു തരാൻ ആരുമില്ല, പറഞ്ഞ് ചോദിക്കാനും മടി. അപ്പം എല്ലാം വലിയ വലിയ ആൾക്കാരാ, നമുക്ക് അവരോടൊക്കെ ചോദിക്കാനോ അടുത്ത് ചെല്ലാനോ ഒക്കെ. 2007 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഫോൺ വിളിക്കാൻ പോലും ഫോണൊന്നും അങ്ങനല്ല. ഇപ്പം വെളുത്തുമ്പിലല്ല, പിന്നെ എല്ലാവരുമായിട്ട് ഇപ്പൊ എല്ലാരും മനസ്സിലാക്കി തരാൻ ഒത്തിരി ആൾക്കാരുണ്ട്. അന്നൊക്കെ ആരുമില്ല, ബുക്കില്ല, ഇതിനെപ്പറ്റി വരുന്ന KCI ഗസറ്റ് മാത്രമേ ഉള്ളൂ നമുക്കൊരു ഏക ആശ്രയം കണ്ടു മനസ്സിലാക്കാൻ. പിന്നെ അന്ന് ഈ ഫോറിൻ ബിഡേഴ്സിനെയൊക്കെ ഇമെയിൽ വഴിയൊക്കെയാ ഓരോ പപ്പി ചോദിക്കുന്നതോ എല്ലാം ഫോറിനേഴ്സിനെ. ഇപ്പൊ എല്ലാം നമുക്ക് രാവിലെ ആയാലും രാത്രിയിലായാലും ഏത് സമയത്തും കാണാം, അവരിടുന്ന പോസ്റ്റ് കാണാം, അവരിടുന്ന ക്വാളിറ്റി കാണാം, നമുക്കത് മനസ്സിലാക്കാം. അപ്പൊ 2007 തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 15 വർഷമായി ഈ ഒരു ഷോ ഫീൽഡിലും. അപ്പൊ എത്രത്തോളം ചാമ്പ്യൻ ഡോഗ്സിനെ സിബിച്ചേട്ടൻ ബ്രീഡ് ചെയ്തിട്ടുണ്ട്? പഗ്ഗിനകത്ത് ഏകദേശം ഒരു എണ്ണം ശരിക്കും ഓർക്കുന്നില്ല, എങ്കിലും ഒരു 10-14 എണ്ണം ചാമ്പ്യൻ ആയിട്ടുണ്ട്. അതെ, അപ്പൊ എല്ലാം സ്വന്തം ബ്രീഡിങ്ങിലുള്ള ഓൺ ബ്രീഡിങ് ഇപ്പോഴും പഗ്ഗിൽ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്രീഡാണ് പഗ്. ഇനി ഒത്തിരി ഉയരങ്ങളിൽ എത്തണമെന്നാണ്. അല്ലെങ്കിലും പഗ്ഗിന്റെ പേരിലാണ് സിബിച്ചേട്ടൻ പഗ് എന്നാണ് എല്ലാവരും. ഇപ്പൊ ഒത്തിരി ഉയരങ്ങളിൽ ഇനി എത്തണമെന്നുള്ള ഒത്തിരി സ്വപ്നങ്ങളുണ്ട് പഗ്ഗിനകത്ത്. പഗ്ഗിന്റെ ആണോ മെയിൻ കെന്നലായിട്ടുള്ളത്? പഗ്ഗാണ്. പിന്നെ ഇപ്പം ബീഗിളുണ്ട്. നേരത്തെ ബീഗിൾ തുടങ്ങിയിട്ടുണ്ടോ? ഷോ ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഒരു നല്ല ലിറ്റർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പപ്പീസ് എല്ലാം സെയിലായി. പപ്പീസ് എല്ലാം നല്ല ഇതേപോലെ ഷോ ക്വാളിറ്റി. അത് ഞാൻ ഇവിടുന്ന് എൻ്റെ ഒരു ഓസ്ട്രേലിയൻ ചാമ്പ്യൻ്റെ ഡോട്ടർ ആയിരുന്നു. അതൊരു ഫേമസ് കെനൽ, ഓസ്ട്രേലിയ കരാക്കുഷ് എന്ന് പറഞ്ഞൊരു കെനലിലെ ഡോഗിന്റെ ഡോട്ടർ ആയിരുന്നു. അതിനെ ഞാൻ കരാക്കുഷിൽ നിന്ന് വന്ന് തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഒരു ഓസ്ട്രേലിയൻ ചാമ്പ്യനുമായിട്ട് ദെറാദൂണിൽ പോയി യൂസ് ചെയ്തായിരുന്നു. അപ്പൊ അതിനകത്ത് ദൈവകൃപയാൽ നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പൊ അത് നല്ല സ്ഥലത്ത് നല്ല ആൾക്കാരുടെ പ്ലേസ് ചെയ്യാൻ നമുക്ക് പറ്റി. എല്ലാം ഇനിയും വരും, അപ്കമിങ് ഷോസിനൊക്കെ വരും. ഇപ്പം ചാമ്പ്യന്മാര് മാത്രമല്ല, സിബിച്ചേട്ടൻ്റെ അണ്ടറിൽ മറ്റേ ആൽവിനെ പോലുള്ള ഹാൻഡ്ലേഴ്സും വരുന്നുണ്ടെന്ന് ഇപ്പൊ നേരത്തെ. അവരൊക്കെ ഇപ്പം എൻ്റെ സ്ഥലം ഹരിപ്പാടാണ്, ഒരു കായംകുളമാണ്. അപ്പം ഒന്നിച്ച് ഷോയ്ക്ക് പോകാനും നമുക്ക് എല്ലാവരും സഹായവും കാര്യങ്ങളും. പിന്നെ അവര് തീർച്ചയായിട്ടും ഒത്തിരി കഴിവുള്ള ആൾക്കാരാണ്. ചിലവർ ഒത്തിരി സമയം എടുക്കും ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട്. ഇവരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒരു കാര്യം സ്റ്റാൻഡേർഡ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്കും കുറച്ച് വിന്നിങ്സും കാര്യങ്ങളും. അതെ, ഫസ്റ്റ് ടൈം ഒരു ഷോ ആണ് അവർ ഇറക്കിയ. അവരുടെ കസിന്റെ ഡാഷിന് CC കിട്ടി. അങ്ങനെ ട്രിവാൻഡ്രത്ത് CCBOB കിട്ടി. ഒരു തുടക്കക്കാരൻ ഞമ്മനൊക്കെ ഒത്തിരി വർഷം കഴിഞ്ഞ ഒരു CC കിട്ടുന്നത്, ഒരു RCC കിട്ടുന്നത് പറയുന്നത്. ആ സമയത്തൊക്കെ സിബിച്ചേട്ടനൊക്കെ ഷോ തുടങ്ങുമ്പോഴത്തേക്ക് ഇതേപോലുള്ള സപ്പോർട്ടില്ല. ഇപ്പൊ അവരൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് സിബിച്ചേട്ടനെ പോലുള്ള ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ, കൂടെ ഷോയ്ക്ക് കൊണ്ടുപോകാൻ. പിന്നെ ഒന്നിച്ച് പോകാനൊക്കെ അന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുന്ന് കോഴിക്കോടൊക്കെ ട്രെയിനിലും ഒക്കെ പോയിട്ടുണ്ട്. ഗോവയിൽ ട്രെയിനിലാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒത്തിരി ട്രാവൽ ചെയ്തു, കാറിലൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്യാനൊക്കെ തുടങ്ങി. കുറെ പേരൊക്കെ ജോയിൻ ചെയ്ത്, അല്ലെങ്കിൽ 1-2 പേര്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഐസക് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടുതൽ ലോങ് ആയിട്ടൊക്കെ ഉള്ള ഷോസിന് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രേക്ഷകർക്കുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, എനിക്കും പണ്ട് മുതലുള്ള ഡൗട്ടായിരുന്നു, നമ്മുടെ കയ്യിലുള്ള ഒരു ഡോഗിനെ എങ്ങനെ ഇന്ത്യൻ ചാമ്പ്യൻ ആക്കാന്നുള്ളത്. അത് ഏത് ബ്രീഡാണെങ്കിലും. അപ്പോൾ അതിൻ്റെ കുറച്ച് കൂടുതൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഡോഗ് ആയിരിക്കണം നമ്മുടെ കയ്യിൽ. KCI സർട്ടിഫൈഡ് ഡോഗ് ആയിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. KCI സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഡോഗ് ആയിരിക്കണം. എന്നിട്ട് നമ്മളതിനെ വെൽ ട്രെയിൻഡ് ആയിരിക്കണം. അത് ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ അറിയാവുന്നതിനെ കുറിച്ച് ചോദിച്ച് അറിയാവുന്നതിനോട് അത് മനസ്സിലാക്കി അത് നമ്മൾ ചെയ്യുക. എത്ര പ്രായം മുതലാണ് നമ്മൾ ഷോ? 4 മാസം ബിറ്റ്വീൻ. അതാണ് ക്ലാസ്സിൽ നമുക്ക് ഏത് ബ്രീഡും. എൻ്റെ ഒരു പഗ് ആണെങ്കിലും ഇപ്പൊ എൻ്റെ ബീഗിള് ഇപ്പൊ എല്ലാം 3 മാസം കഴിയുമ്പോൾ ഷോ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് അതിന് KCI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം തീർച്ചയായും. അത് കഴിഞ്ഞ് നമ്മൾ 4ാമത്തെ മാസം തൊട്ടാണ് അതിനെ പപ്പി ക്ലാസ്സിൽ ഇറക്കുന്നത്. തീർച്ചയായും. ബാക്കി എന്തൊക്കെ ക്വാളിറ്റികൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ്? നമ്മൾ 6 മാസം കഴിഞ്ഞാൽ ഷോ ചെയ്തു തുടങ്ങാം. 6 മാസം കഴിഞ്ഞ് ഷോ ചെയ്ത് 1 വയസ്സ് വരെ പപ്പി ക്ലാസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് ഷോ ചെയ്യാൻ പറ്റും. പപ്പിയിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഡോഗാണ്. പപ്പി ക്ലാസ്സിനകത്ത് നമ്മൾ കൊണ്ടുവന്ന് നല്ലതാണെങ്കിൽ ബെസ്റ്റ് പപ്പിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊരു പപ്പി ക്ലാസ്സിൽ CC കിട്ടാം. മറ്റേ ജൂനിയറിലും ഓപ്പൺ ക്ലാസ്സിലും ഒക്കെ വരുന്ന ഡോഗ് ഇതിനെക്കാട്ടിലും ബെസ്റ്റ് ആണെങ്കിൽ നമ്മുടെ പപ്പിയിൽ ഇറക്കുന്ന ആൾക്കും CC കിട്ടാം. അതെ. അപ്പം പപ്പി ക്ലാസ്സിൽ ഇറക്കിയിട്ട് CC കിട്ടിയതിന് ശേഷം അതെങ്ങനെയാണ് അത് ചാമ്പ്യൻ? ഇപ്പം നമ്മൾ പപ്പിയിൽ ഇപ്പോൾ എത്ര CC കിട്ടിയെന്ന് പറഞ്ഞാലും, CC എന്ന് പറഞ്ഞാൽ ചലഞ്ച് സർട്ടിഫിക്കറ്റ് എത്ര കിട്ടിയാലും 1 ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് ഒരെണ്ണം കൂടെ കിട്ടിയാൽ കംപ്ലീറ്റ് ചാമ്പ്യൻ ആക്കാൻ പറ്റും. അതും ഇപ്പം 4 CC ആണ്. പണ്ടൊക്കെ 3 CC ആയിരുന്നു. അതും ഡിഫറെന്റ് ജഡ്ജസ്. ഒരു ജഡ്ജിന്റെ അണ്ടറിൽ നിന്ന് വീണ്ടും CC കിട്ടിയിട്ട് ഒരു കാര്യമില്ല, അത് കൗണ്ട് ചെയ്യത്തില്ല. നമ്മൾ ഡിഫറെന്റ് ജഡ്ജസ് ആയിരിക്കണം. അപ്പോൾ 3
CC 1 ഇയറിനകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് ഒരെണ്ണം കൂടെ വേണം. അപ്പോൾ ഈ 3 CC ഡിഫറെന്റ് ജഡ്ജിന്റെ കയ്യിൽ നിന്ന് 1 ഇയറിനകത്ത് പപ്പി ക്ലാസ്സിൽ കിട്ടണം. അതിന് എത്ര കിട്ടിയാലും, ഈ 10 കിട്ടിയാലും 18 കിട്ടിയാലും 15 കിട്ടിയാലും 1 ഇയർ കഴിഞ്ഞ് ഒരെണ്ണം ഉണ്ടെങ്കിൽ ടൈറ്റിൽ കംപ്ലീറ്റ് പപ്പി ക്ലാസ്സിൽ ഷോ ചെയ്യുന്ന ഒരു ഡോഗ് ആണെങ്കിൽ, അല്ല അഡൽട്ട് ക്ലാസ്സിലാണ്. നമ്മൾ പപ്പി ക്ലാസ് അല്ല, നമ്മളിപ്പോൾ ഒരു 15 months അല്ലെങ്കിൽ 2 years ആയിട്ട് നമ്മളിപ്പോൾ ഷോ ചെയ്യുന്നത്. എൻ്റെ ഒരു ബീഗിൾ ഫീമെയിലിനെയൊക്കെ ഞാനിപ്പം 2 വയസ്സ് കഴിഞ്ഞില്ലായിരുന്നു, ബ്രീഡ് ചെയ്തു, 2 വട്ടമൊക്കെ ഡെലിവറി ആയതാണ്. അപ്പം അത് കാരണം പോയി ഷോ ചെയ്തു. അപ്പം അങ്ങനെയുള്ളതിനൊക്കെ CC കിട്ടുമല്ലോ. നോർമലി അത് നല്ലതാണെങ്കിൽ ജഡ്ജസിന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. വലിയ ഡോഗ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടും, നല്ല ഡോഗ് ആണെങ്കിൽ. അതെ, ഈ ജഡ്ജസ് അവർ എന്തൊക്കെയായിരിക്കും അവിടെ ചെക്ക് ചെയ്യുന്നത്? ആദ്യമേ ടോയ് ബ്രീഡ് ഒക്കെ ആണെങ്കിൽ ടേബിളിൽ വെച്ചിട്ട് അതിൻ്റെ ടോപ്പ് ലൈൻ, അതിൻ്റെ ആംഗുലേഷൻ, ഫ്രണ്ട് അസംബ്ലി, പിന്നെ ബൈറ്റ്. പിന്നെ വലിയ ഡോഗ്സിനാണെങ്കിലും അവർ മെയിനായിട്ട് ബൈറ്റ്, ടെസ്റ്റിക്കിള്, അത് ഏത് ബ്രീഡിനും മൂവ്മെന്റ്സ് ആദ്യമേ ടോപ്പ് ലൈനും എല്ലാം നോക്കി ചെക്ക് ചെയ്യും, ബോഡിയിലെല്ലാം ടച്ച് ചെയ്ത്. പിന്നെ അവർ ഇതിൻ്റെ മൂവ്മെന്റ്സ്, പോകുന്ന രീതികൾ, അവർ ആ സ്റ്റാൻഡേർഡിന് പറ്റിയ മൂവ്മെന്റ്, അതായത് ആ ബ്രീഡ് സ്റ്റാൻഡേർഡുമായിട്ട് എത്ര ക്ലോസ് ആയിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നു. അപ്പോൾ അതിനെയാണ് ജഡ്ജ് കൂടുതലും. ഇപ്പോൾ ഒരു 6, 8 അല്ലെങ്കിൽ 10 മൂവ് ചെയ്താൽ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് മൂവർ ഏതാണ് മൂവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പല ആൾക്കാർക്കും ഈ എങ്ങനെ ചാമ്പ്യൻ ആവുന്ന ഒരു ധാരണയില്ല. ഷോ എന്ന് പറയുന്നത് തന്നെ ചില ആൾക്കാരുടെ ധാരണ ഇതേപോലുള്ള അവർ വിചാരിക്കുന്നത് ചിലപ്പം ഈ ഒബീഡിയൻസിന് അതൊക്കെ കാണിക്കുന്ന പോലെ തീക്കാത്തോടെ ചാടിക്കുക, സാധാരണ ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നത്. പിന്നെ ഇതേപോലെയൊക്കെ ഇപ്പം ഈ മീഡിയാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം എന്താണ് ഷോ എന്നൊക്കെ ഓരോരുത്തർ മനസ്സിലാക്കി തുടങ്ങി. അതൊരു നല്ല കാര്യമാണ്. അപ്പൊ അതിന് കൂടുതലും അടുത്തടുത്ത ഷോകളൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പോയി ശ്രമിക്കുക, നല്ല ഡോഗിനെ കാണുക. യങ്സ്റ്റേഴ്സിന് ഇപ്പോഴത്തെ പഴയ രീതിയല്ല, പണ്ടൊക്കെ ഇതിനോട് താല്പര്യമുള്ള വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം ഹരിപ്പാടെ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഷോയ്ക്ക് പോകുന്നത്. ഇപ്പം ട്രിവാൻഡ്രം ഷോയ്ക്ക് ഹരിപ്പാട് തന്നെ കുറെ ഗ്യാങ് ഉണ്ടായിരുന്നു, പല ആൾക്കാരും റോഡിനെ ഷോ ചെയ്യാൻ ജമ്മു പല ബ്രീഡുമായിട്ട്. അത് തന്നെ ഒരു ഭയങ്കര സന്തോഷം തോന്നി, ഒത്തിരി ആൾക്കാർ. അങ്ങനെ ഇപ്പം യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട്, കാരണം എല്ലാവർക്കും ഡോഗ്സിനെ ഇഷ്ടമാണ്. എല്ലാ ഫാമിലിയിലും ഒരു ഡോഗ് ഉണ്ട്, എല്ലാ ഫാമിലിയിലും മിനിമം ഡോഗ് ഉണ്ട്. അവർ നല്ലതിനെ വളർത്താനും ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ നോർമൽ ഡോഗ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, എന്നാൽ ചിലരിപ്പം ഷോയോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്. അതെ, അപ്പം ഒരു ഡോഗ് ചാമ്പ്യൻ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫാദറോ മദറോ ചാമ്പ്യൻ അല്ലെങ്കിലും ആണെങ്കിൽ ചാമ്പ്യൻ ആവും. തീർച്ചയായിട്ടും ഫാദറും മദറും ചാമ്പ്യൻ അല്ല, ഇമ്പോർട്ടും അല്ല, ഇമ്പോർട്ടൊന്നും വേണമെന്നില്ല. അപ്പം ഫാദറും മദറും ചാമ്പ്യൻ അല്ല, ഇനി ക്വാളിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ചാമ്പ്യൻ ആവാം ഷോ ചെയ്താൽ. നമ്മൾ ഷോയ്ക്ക് ചെല്ലുമ്പം ഇത് ആരുടെ നിന്ന് മേടിച്ചാണെന്നോ, ഇത് ഇമ്പോർട്ടഡ് ആണോ, ഇത് റഷ്യയിൽ നിന്ന് വന്നതാണോ, ഹരിപ്പാട് നിന്ന് വന്നതാണോ, കായംകുളത്ത് നിന്ന് വന്നതാണോ, ഇത് എവിടെ നിന്ന് ഒന്നും ജഡ്ജ് നോക്കത്തില്ല. ഇത് ഏത് സർട്ടിഫിക്കറ്റ്, ഫാദർ ഗ്രാൻഡ് ചാമ്പ്യൻ ആണോ, ഇന്റർനാഷണൽ ചാമ്പ്യൻ, ജഡ്ജസ് നോക്കുന്ന ആ ഡോഗ്, അവരുടെ മുന്നിൽ വരുന്ന ഡോഗ്, അതിന്റെ ക്വാളിറ്റി, ആ ബ്രീഡിന്റെ ക്വാളിറ്റി. ഇപ്പൊ നമ്മളിനിയും എത്ര ലക്ഷം രൂപയ്ക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും, ഇപ്പൊ ആരെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് തന്ന ഡോഗ് ആണെന്ന് പറഞ്ഞാലും അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. ജഡ്ജസ് നോക്കുമ്പോൾ ക്വാളിറ്റി ഉണ്ടോ, പെർഫോം ചെയ്യുന്നുണ്ടോ, അതിന് കിട്ടിയിരിക്കും. അത് അങ്ങനെയൊന്നും വേണമെന്നില്ല. ഫാദറും മദറും ചാമ്പ്യൻ ആണ്, പക്ഷെ നല്ല ക്വാളിറ്റി. ഇപ്പൊ ചില ആൾക്കാരുണ്ട്, ഇപ്പൊ ചിലർ ഷോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള ആൾക്കാരുണ്ട്, പക്ഷെ ഡോഗ്സ് നല്ലതായിരിക്കും, അവരുടെ പേരൻസ്, ഇപ്പോൾ മദർ നല്ലതായിരിക്കും, അതിനെ നല്ല മെയിൽസിലൊക്കെ യൂസ് ചെയ്ത് നല്ല പപ്പീസ് അവർ പ്രൊഡ്യൂസ് ചെയ്യും. അതിനകത്തുനിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് മനസ്സിലാക്കിയാൽ നമുക്ക് എടുക്കാമല്ലോ. ഇപ്പം ചാമ്പ്യന്റെ കുഞ്ഞിനെ തന്നെ എടുക്കണത്. ഇപ്പൊ ചിലർ ഷോ ചെയ്യാത്തവരല്ലേ, കോവിഡ് കാരണം എത്രയോ പേര് എന്ന് പറഞ്ഞാൽ അതൊന്നും ക്വാളിറ്റി ഇല്ലാത്തതെന്നല്ല, പക്ഷെ എല്ലാം ക്വാളിറ്റി ഉള്ള. പക്ഷെ അപ്പൊ അത് നോക്കിയെടുക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും സിബിച്ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാമല്ലോ, എന്തെങ്കിലും ഷോ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള. തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാം. പിന്നെ ഇപ്പോൾ ഒത്തിരി പേരുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ, ഒത്തിരി പേര് ഷോ ചെയ്യുന്ന ആൾക്കാരൊക്കെ. അപ്പം താങ്ക് യു സിബി ചേട്ടാ, ഇങ്ങനെ ഒരു വലിയ ഡൗട്ട് ക്ലിയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതേപോലുള്ള പെറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോകളായിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരെ ബൈ.